ഏവർക്കും തിങ്ക് ടോണിക്കിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 3rd സ്റ്റാൻഡേർഡിലെ EVSലെ സെക്കൻഡ് ചാപ്റ്ററായ ടു ദ വേൾഡ് ഓഫ് ആനിമൽസ് ജന്തു ലോകത്തേക്ക് എന്ന ചാപ്റ്ററിന്റെ ഫസ്റ്റ് പാർട്ടാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് നോക്കാം. ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഈ പിക്ചറിൽ എന്തെല്ലാം കാണുന്നുണ്ട് നമ്മൾ? ഓൾ ഓഫ് യു ഹാവ് കം ഏർലി ടുഡേ, വെരി ഗുഡ്. ഇന്ന് എല്ലാവരും വളരെ നേരത്തെ എത്തിയല്ലോ. കൂട്ടുകാരെ കണ്ട് മിത്ര വീടിന് പുറത്തിറങ്ങി. കണ്ട ഒരു കുട്ടി നിൽക്കുന്ന കണ്ട. സീയിങ് ഹെർ ഫ്രണ്ട്സ്, മിത്ര കെയിം ഔട്ട് ഓഫ് ഹെർ ഹൗസ്. മിത്ര കൂട്ടുകാരെ കണ്ടുകൊണ്ട് പുറത്തിറങ്ങി. ആരൊക്കെയാണ്? ചിൽഡ്രൻ, യു ഹാവ് സീൻ ദ സറൗണ്ടിങ്സ് ഓഫ് മിത്രാസ് ഹൗസ്. മിത്രയുടെ വീടും പരിസരവും കണ്ടല്ലോ. വിച്ച് ക്രീച്ചേഴ്സ് ആർ ദെയർ ഇൻ ദ പിക്ചർ? ഈ പിക്ചറിൽ ഏതൊക്കെ ജീവികൾ ഉണ്ട്? എമംഗ് ദീസ് വിച്ച് ക്രീച്ചേഴ്സ് ഡു മിത്ര റൈസ്? ഇവയിൽ മിത്ര വളർത്തുന്ന ജീവികൾ ഏതൊക്കെയാവും? വിച്ച് ക്രീച്ചേഴ്സ് ഡു ഹ്യൂമൻസ് റൈസ് ആസ് പെറ്റ്സ്? ഏതൊക്കെ ജീവികളെയാണ് മനുഷ്യർ ഇണക്കി വളർത്തുന്നത്? ഇവിടെ കുറെ ജീവികൾ കൊടുത്തിരിക്കുന്നു. കണ്ട, കോഴിയുണ്ട്, പട്ടിയുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, ബട്ടർഫ്ലൈ ഉണ്ട്, കുരുവികളുണ്ട്, ആട്ടിൻകുട്ടിയുണ്ട്, കാക്ക, അങ്ങനെ ഒരുപാട് ജീവജാലങ്ങൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. നോക്കാം നമുക്ക് ഏതൊക്കെയാണെന്ന്. ചിത്രത്തിൽ ഏതൊക്കെ ജീവികളാണ് ഉള്ളത്? വിച്ച് ക്രീച്ചേഴ്സ് ആർ ദെയർ ഇൻ ദ പിക്ചേഴ്സ്? കോഴിയും കുഞ്ഞുങ്ങളും, പൂവൻകോഴി, പൂച്ച, പ്രാവുകൾ, പശുക്കുട്ടി, ചിത്രശലഭം, കാക്ക, അണ്ണാൻ, മരംകൊത്തി, തത്ത, ഇതൊക്കെ ചിത്രത്തിൽ കാണുന്നുണ്ട്. ഹെൻ ആൻഡ് ചിക്സ്, റൂസ്റ്റർ, കാറ്റ്, പീജിയൻ, കൗഫ്, ബട്ടർഫ്ലൈ, ക്രോ, സ്ക്വിറൽ, വുഡ്പെക്കർ, പാരറ്റ്. നെയിം ദ ക്രീച്ചേഴ്സ് ദാറ്റ് വി കീപ് ഇൻ അവർ ഹൗസസ്. നമ്മളെ വീട്ടിൽ വളർത്തുന്നത് ഏതൊക്കെയാണ്? കൗ, ഗോട്ട്, ബഫല്ലോ, ചിക്കൻ, ഡക്ക്, പാരറ്റ്, ഡോവ്, ലവ് ബേർഡ്സ്, കാറ്റ്, ഡോഗ്, ഇതൊക്കെ നമ്മൾ വീട്ടിൽ വളർത്തുന്നവയാണ്. ഓക്കെ. വൈ ഡു വി റൈസ് ആനിമൽസ്? എന്തിനു വേണ്ടിയാണ് നാം ജീവികളെ വളർത്തുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ ഫുഡ്, ഫോർ സെക്യൂരിറ്റി, ഫോർ എന്റർടൈൻമെന്റ്, ഫോർ ഇൻകം. ഇതിൽ 2 തന്നിട്ടുണ്ട്. ബാക്കി 2 നമ്മൾ എടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്തിനൊക്കെ വേണ്ടി വളർത്തുന്നുണ്ട്? ആഹാരത്തിന് വേണ്ടി, സുരക്ഷയ്ക്ക് വേണ്ടി, വിനോദത്തിന് വേണ്ടി, ആദായത്തിനൊക്കെ വേണ്ടി. മുട്ടയൊക്കെ വിൽക്കുമ്പോഴത്തേക്ക് അതിൽ നിന്ന് നമുക്ക് വരുമാനം കിട്ടും. പിന്നെ അതുപോലെ പാല്, പശുവിന്റെ ഒക്കെ ആണെങ്കിൽ പാല് കറന്നു കൊടുക്കുമ്പോൾ അതിൽ നിന്ന് വരുമാനം കിട്ടും. പിന്നെ സുരക്ഷയ്ക്കൊക്കെ വേണ്ടിയിട്ട് വളർത്തുന്ന ഏതിനാണ്? പട്ടിയെ വളർത്തുന്നത് നമ്മുടെയൊക്കെ സുരക്ഷിതത്തിന് വേണ്ടിയിട്ടാണ്. ആഹാരത്തിന് വേണ്ടിയിട്ട് വളർത്തുന്നത് ചിക്കനൊക്കെ നമ്മൾ ഫുഡായിട്ട് കഴിക്കാറുണ്ട് ഇല്ലേ? അത് കണക്ക് കോഴിയുടെ മുട്ട നമ്മൾ ഫുഡായിട്ട് കഴിക്കാറുണ്ട്. ഓക്കെ. അടുത്ത നോക്ക്. ഹൗ ഡു ദ ഗിവൺ ഡൊമസ്റ്റിക് ആനിമൽസ് ബെനിഫിറ്റ് അസ്? കംപ്ലീറ്റ് ദ ടേബിൾ. നമുക്ക് വളർത്തു ജീവികളെ കൊണ്ടുള്ള പ്രയോജനങ്ങളുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളതെന്ന് എഴുതാനാണ്. ആനിമൽസ് ബെനിഫിറ്റ്സ്. ഗോട്ട്, ആട്, നമുക്ക് എന്തിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്? ഫോർ മിൽക്ക്, ഫോർ മീറ്റ്, പാലിനും മാംസത്തിനും വേണ്ടി. കോഴിയാണെങ്കിലോ ഫോർ എഗ്, ഫോർ ഫ്ലഷ്, അതുപോലെ മുട്ടയ്ക്കും മാംസത്തിനും വേണ്ടി ഉപയോഗിക്കുന്നു. പശു ആണെങ്കിലോ ഫോർ മിൽക്ക്, ഫോർ ഡങ്, വളം, പാലിനും. അത് കണക്ക് പശുവിന്റെ ചാണകം നമുക്ക് വളമായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. ലവ് ബേർഡ്സ് എന്ന് പറയുന്നത് എന്തിനാണ്? പെറ്റ്സ് ആയിട്ട് വളർത്തുന്നത്. അത് ഒരു ഇൻകമാണ്. ഡോഗ് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ സേഫ്റ്റി, ഫോർ ഇൻകം, നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടും ആദായത്തിന് വേണ്ടിയിട്ടും ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ. അടുത്തത്, വി റൈസ് ആനിമൽസ് ഫോർ various purpose. Milk, egg and meat of some animals are used as food. We keep some other animals for pleasure. അപ്പോൾ വിവിധ ആവശ്യങ്ങൾക്കായി നാം ജീവികളെ വളർത്തുന്നു. ചില ജീവികളുടെ പാൽ, മുട്ട, മാംസം തുടങ്ങിയവ ആഹാരത്തിന് ഉപയോഗിക്കുന്നു. പിന്നെ കൗതുകത്തിന് വേണ്ടിയും നമ്മൾ ജീവികളെ വളർത്തുന്നുണ്ട്. അപ്പോൾ ജീവികളെ വളർത്തുന്നത് കൊണ്ടുള്ള പ്രയോജനം എന്തൊക്കെയാണെന്നുള്ളതാണ് തന്നത്. എന്തൊക്കെയാണ്? വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി വളർത്തുന്നു. ചില ജീവികളുടെ പാൽ, മുട്ട, മാംസം തുടങ്ങിയവ ആഹാരത്തിന് ഉപയോഗിക്കുന്നു. പിന്നെ കൗതുകത്തിന് വേണ്ടിയിട്ട് നമ്മൾ ജീവികളെ വളർത്തുന്നുണ്ട്. അടുത്ത് നോക്കൂ. മെനി ക്രീച്ചേഴ്സ്. എത്ര ജീവികൾ? കുറെ പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. അത് വെച്ച് ഏതൊക്കെയാണെന്ന് എഴുതാം. ഇത് ലിസാർഡ്, പല്ലി, സ്നീസ്, ആൻഡ്, മോത്ത്, ബാറ്റ്,
മോണ്ടോസ് ലിസാർഡ്, മില്ലിപേഡ്, ഇതൊക്കെ ഈ കൊടുത്ത് ഒരുപാട് നമുക്ക് നമ്മുടെ ചുറ്റും നോക്കിയാൽ ഒത്തിരി ജീവജാലങ്ങളെ നമുക്ക് കാണാൻ കഴിയും. മെനി ക്രീച്ചേഴ്സിനെ നമുക്ക് കാണാൻ കഴിയും. ദേ ലീവ് ഇൻ അവർ ഹോംസ് ആൻഡ് സറൗണ്ടിങ്സ്. ഇവയൊക്കെ നമ്മുടെ വീടിന് പരിസരങ്ങളിലൊക്കെ ആയിട്ട് ജീവിക്കുന്നവയാണ്. ആർ ദെയർ എനി ഡൊമസ്റ്റിക് അനിമൽസ് എമംഗ് ദിസ്? ഇവയിൽ വളർത്തു ജീവികളുണ്ടോ? ഇല്ല. ഫൈൻഡ് ഔട്ട് മോർ ക്രീച്ചേഴ്സ് ഇൻ ആൻഡ് അറൌണ്ട് യുവർ ഹോം ആൻഡ് റൈറ്റ് ഡൗൺ ദെയർ നെയിംസ് ഇൻ. എഴുതാനാണ്. എത്ര ജീവികളെ നമുക്ക് വീടിന്റെ പരിസരത്ത് ഉള്ള കൂടുതൽ ജീവികളെ കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഹൗ മെനി ക്രീച്ചേഴ്സ് ഡിഡ് യു ഫൈൻഡ്? അതിൽ എത്ര ജീവികളെ നമുക്ക് മനസ്സിലാവും. ഹൗ മെനി ഡിഡ് യു ഫ്രണ്ട്സ് ഫൈൻഡ്? നിങ്ങളുടെ കൂട്ടുകാർക്ക് എത്ര എണ്ണത്തിനെ മനസ്സിലാവും എന്നാണ്. അപ്പോൾ ഒത്തിരി ജീവജാലങ്ങൾ നമ്മുടെ ചുറ്റുമായിട്ട് ഉണ്ട്. ടൈനി ഓൺസ് ആൻഡ് ഗെയിൻസ്. നോക്ക്, ഇത്തിരി കുഞ്ഞന്മാരും വമ്പന്മാരും. കുഞ്ഞു കുഞ്ഞു ജീവികളും ഉണ്ട്, വലിയ ജീവികളും ഉണ്ട് അല്ലേ. മിത്ര ആൻഡ് ഫ്രണ്ട്സ് ആർ പ്ലേയിങ് എ ഗെയിം. മിത്രയും അവരുടെ കൂട്ടുകാരും കളിക്കാൻ തീരുമാനിച്ചു. ദേ സേ ദ നെയിംസ് ഓഫ് ക്രീച്ചേഴ്സ്. എന്തായിരുന്നു കളി? ജീവികളുടെ പേര് പറഞ്ഞ് കളിക്കുക. ആരാണ് ഏറ്റവും കൂടുതൽ ജീവികളെ കണ്ടെത്തുക തമ്മിൽ മത്സരമായി. അപ്പോൾ ഓരോരുത്തരും പുൽച്ചാടി, മിന്നാമിനി, ഓന്ത്, വണ്ട്, പശു, അങ്ങനെ ഓരോരോ ജീവികളെ കണ്ടെത്താൻ തുടങ്ങി. പറഞ്ഞ ജീവികളുടെ ചിത്രം വരയ്ക്കാൻ അവർ മറന്നില്ല. കുറച്ച് ചിത്രം അവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ ടെസ്റ്റിൽ തന്നെ. ഡിഡ് യു സീ ദ പിക്ചേഴ്സ് ഓഫ് ദ ക്രീച്ചേഴ്സ് ദാറ്റ് മിത്രാസ് ഡ്രോ? മിത്ര വരച്ച ജീവികളുടെ പിക്ചർ കണ്ട? ആന, കുരുവി, പശു, കൊരങ്ങൻ, തവള, പൂച്ച, അണ്ണാൻ, മുയൽ ഒക്കെ ഉണ്ട് അല്ലേ. നമുക്കും ഇതുപോലെ കളിച്ചാലോ? പേര് പറയാതെ ജീവികളുടെ ശബ്ദമോ ചലനമോ അവതരിപ്പിക്കാനാണ്. കൂട്ടുകാർ ജീവിയെ തിരിച്ചറിയട്ടെ. കണ്ടെത്തിയ ജീവികളുടെ പേരുകൾ പട്ടികപ്പെടുത്തി ചിത്രം വരച്ച് നിറവും കൊടുക്കാനാണ്. അപ്പൊ നമ്മൾ ഇതുപോലെ ഒരു ഗെയിം കളിക്കാനാണ്. അപ്പോൾ ഒത്തിരി ജീവികളുടെ പേരുകൾ അറിയാൻ ചെയ്യാം, അതിന്റെ പടം വരയ്ക്കാനും നമുക്ക് ശ്രമിക്കാൻ ചെയ്യാം അല്ലേ. വിച്ച് ഈസ് ദ സ്മാളസ്റ്റ് അനിമൽ ഇൻ യുവർ ലിസ്റ്റ്? എന്നിട്ട് നിങ്ങളുടെ ലിസ്റ്റിൽ വരുന്ന ഏറ്റവും ചെറിയ അനിമൽ ഏതാണെന്നും ഏറ്റവും വലിയ ലാർജസ്റ്റ് അനിമൽ ഏതാണെന്നും റൈറ്റ് ദ നെയിംസ് ഓഫ് റൈറ്റ് യുവർ ടേബിൾ ബേസ്ഡ് ഓൺ ദെയർ സൈസ്. അവയുടെ സൈസ് അനുസരിച്ച് അതിനെ അറേഞ്ച് ചെയ്ത് എഴുതുക. ഏറ്റവും ചെറിയ അനിമൽ ഏതാണെന്ന്, അത് കഴിഞ്ഞ് വരുന്നത് ഏതാണെന്ന്, അങ്ങനെ അറേഞ്ച് ചെയ്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ലെറ്റ്സ് ഡ്രോ ആൽഫബറ്റ് ഫിഗേഴ്സ്. ആൽഫബറ്റ് ഫിഗേഴ്സ് വെച്ച് ഓരോ ജീവികളെ വരച്ചിരിക്കുന്നുണ്ട്. എം വെച്ചതാ ഒരു പക്ഷിയെ വരച്ചിരിക്കുന്നു. എസ് വെച്ച് താറാവിനെ വരച്ചിരിക്കുന്നു. ബി വെച്ച് എന്തോന്നാണ്, റാബിറ്റ് വരച്ചിരിക്കുന്നുണ്ടോ. അടുത്ത് ചെറിയ ജീവികളും വലിയ ജീവികളും ഏതൊക്കെയാണെന്ന്. ചെറിയ ജീവികൾ ലൈസ്, ഫ്ലിയ, ബെഡ് ബഗ്, റൈസ്, എയർഹെഡ് ബഗ്, മോസ്കിറ്റോ, ഇതൊക്കെ ചെറുത്. പേന്, ചെള്ള്, മൂട്ട, ചായി, കൊതുക്, ഇതൊക്കെ ചെറിയ ജീവികളാണ്. ലാർജ് അനിമൽസ് ഏതൊക്കെയാണ്? എലിഫന്റ്, ബ്ലൂ വെയിൽ, റിനോസേഴ്സ്, ബഫല്ലോ, ജിറാഫ്, ഇതൊക്കെ ലാർജ് അനിമൽസ്, വലിയ ജീവികളാണ്. ഏതൊക്കെ? ആന, തിമിംഗലം, കാണ്ടാമൃഗം, പോത്ത്, ജിറാഫ്, ഇതൊക്കെ വലിയ അനിമൽസ് ആയിട്ട് ലാർജ് അനിമൽസ്. Okay, having you seen many tiny creatures in your school surroundings? Which are they? Are they all the same size? Let us observe. അപ്പൊ നിങ്ങളുടെ വിദ്യാലയത്തിന് പരിസരത്തുണ്ടാവും ഇത് കണക്ക് അനേകം ജീവജാലങ്ങൾ ഉണ്ടാവും. ഇവ ഏതെല്ലാണെന്ന് എഴുതാനാണ്. ഇവയ്ക്കെല്ലാം ഒരേ വലിപ്പമാണോ അല്ല, നമുക്ക് നിരീക്ഷിച്ച് നിങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഹാൻഡ് ലെൻസിലൂടെയൊക്കെ നിരീക്ഷിച്ച് എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. ഓക്കെ, അടുത്ത് നോക്ക്. വേർ ഷാൾ വി ഒബ്സർവ്? നമുക്ക് എവിടെയല്ല ഈ നിരീക്ഷണം നടത്താം. ഇപ്പൊ ഒരു മണ്ണിൽ നോക്കാം. അതിലെ തന്നെ മണ്ണ് എടുത്തു കഴിഞ്ഞാൽ മണ്ണിൽ നോക്കിയാൽ പലതരത്തിലുള്ള ജീവജാലങ്ങളെ നമുക്ക് മണ്ണിൽ കാണാൻ പറ്റും. പിന്നെ ഇവിടെ പ്ലാന്റ്സിൽ, ചെടികളിൽ നോക്കിയാൽ കാണാം കുഞ്ഞു കുഞ്ഞു പുഴുക്കളും അങ്ങനെയുള്ള ചെറിയ ചെറിയ ജീവികളെ കാണാൻ പറ്റും. ബുഷസ്, തോട്ടത്തിലായാലും അല്ലെങ്കിൽ ഈ പുല്ലുകളൊക്കെ നിറഞ്ഞ് കിടക്കുന്നിടത്ത് പോയി നോക്കിയാലും കുഞ്ഞു കുഞ്ഞു ജീവികളെ നമുക്ക് കാണാൻ പറ്റും. അണ്ടർ റോക്സ്, പാറയുടെ ഒക്കെ അടിയിൽ അല്ലെങ്കിൽ കല്ലിന്റെ ഒക്കെ അടിയിൽ നോക്കിയാലും കുഞ്ഞു ജീവികളെ കാണാൻ പറ്റും. പാഡി ഫീൽഡ്, വയലിൽ പോയ ഒത്തിരി ജീവജാലങ്ങളെ നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, ഇനി അടുത്തെന്താണ്? വെറൈറ്റി ഇൻ ഫീച്ചേഴ്സ്, സവിശേഷതകളിലെ വൈവിധ്യം. ഐഡന്റിഫൈ ദ അനിമൽസ് ബൈ ഒബ്സർവിംഗ് ബോഡി പാർട്സ് ഓഫ് ഇൻ ദ പിക്ചർ.
പിക്ചർ തന്നിട്ടുണ്ട്. അതിൻ്റെ ബോഡി പാർട്സ് ഐഡൻറ്റിഫൈ ചെയ്ത് എഴുതാനാണ്. ആന, മയിൽ, സീബ്ര, പിന്നെന്താണ് കോഴി. സവിശേഷതകളിലെ വൈവിധ്യം. അടുത്ത് നോക്കൂ. ആർ ദെയർ ക്രീച്ചേഴ്സ് വിച്ച് ക്യാൻ ബി ഐഡന്റിഫൈ ബൈ ഒബ്സർവിങ് ദെയർ കളർ. നമുക്ക് ജീവികളെ തിരിച്ചറിയാൻ പല രീതിക്ക് തിരിച്ചറിയാൻ പറ്റും. അതിന്റെ കളർ നോക്കി, അതിന്റെ സൈസ് നോക്കി, പിന്നെന്തോന്നാണ് അതിന്റെ സൗണ്ട് ഒക്കെ കേട്ട് നമുക്ക് അങ്ങനെ പല രീതിക്കും ജീവികളെ തിരിച്ചറിയാൻ പറ്റും. നിറം കണ്ട് തിരിച്ചറിയാൻ കഴിയുന്ന ജീവികളുണ്ടോ? കൊമ്പ് കണ്ടാൽ തിരിച്ചറിയാൻ കഴിയുന്ന ജീവികളുണ്ടോ? പുള്ളികൾ കണ്ടാൽ തിരിച്ചറിയാൻ കഴിയുന്ന ജീവികളുണ്ടോ? അങ്ങനെയൊക്കെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും അല്ലേ? നിറം കണ്ടാൽ തിരിച്ചറിയാന്ന് പറഞ്ഞാൽ എന്തോന്നാണ്? ഇപ്പൊ ആനയുടെ നിറം അത് കറുപ്പ് തന്നെ ആയിരിക്കും അല്ലേ? ആ നിറം കണ്ടാൽ നമുക്ക് മനസ്സിലാവും അത് ആനയാണെന്നുള്ളത്. പിന്നെന്തോന്നാണ്? കൊമ്പ്. ഓരോ ജീവികളുടെയും കൊമ്പ്. മാനിന്റെ കൊമ്പാണെങ്കിൽ അങ്ങനെ ഒരുപാട് ശാഖകളൊക്കെ ഉള്ള കൊമ്പായിരിക്കും. ആനയുടെ കൊമ്പാണെങ്കിൽ അങ്ങനെയല്ല, ഇങ്ങനെ നീണ്ട ചെറിയൊരു വളവോട് വരുന്ന കൊമ്പായിരിക്കും. പിന്നെ പുള്ളികൾ. പുള്ളി എന്ന് പറയുമ്പോഴത്തേക്ക് മാനിന്റെ ഒക്കെ പുള്ളി നമുക്ക് മനസ്സിലാവും, സീബ്രയുടെ പുള്ളിയും നമുക്ക് മനസ്സിലാവും. അവ തമ്മിൽ വ്യത്യാസം നമുക്ക് മനസ്സിലാവും, അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും അല്ലേ? അടുത്ത് നോക്കൂ. അപ്പൊ നിറം കണ്ട് നമുക്ക് കൊമ്പൊക്കെ കണ്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഇനി അത് കൊമ്പുള്ളവ, ചിറകുള്ളവ, കുളമ്പുള്ളവ, പല്ലുള്ളവ, പിന്നെ 4 കൂടുതൽ കാലുള്ളവ, അങ്ങനെ ജീവികളെ ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നതാണ്. കൊമ്പുള്ളത് ഗോട്ട്, ഡീർ, കൗ, ഇതിനൊക്കെ കൊമ്പുണ്ട്. ചിറകുള്ളത് ഏതൊക്കെയാണ്? ക്രോ, പാരറ്റ്, ബട്ടർഫ്ലൈ, അതിനൊക്കെ ചിറകുണ്ട്. കുളമ്പ്. കുളമ്പ് എന്ന് പറഞ്ഞാൽ അറിയാമോ? കാലിന്റെ അടിഭാഗത്ത് ഈ നഖം പോലെ ഇങ്ങനെ ഇത്തിരി നല്ല കട്ടയായിട്ട് ഇരിക്കുന്നത്. അതിന് കൗവിന്, ഹോഴ്സിന്, പിഗിനൊക്കെ കുളമ്പുണ്ട്. പല്ലുള്ളവ റാബിറ്റ്, ജിറാഫ്, എലിഫന്റിനൊക്കെ പല്ലുണ്ട്. പിന്നെ 4 ലെഗ്സിൽ കൂടുതലുള്ളത് ഏതൊക്കെയാണ്? ആൻഡ്, സ്പൈഡർ, സ്കോർപ്പിയ, തേള്, ഇതൊക്കെ 4 ലെഗ്സിൽ കൂടുതലുള്ളവയാണ്. മറ്റേ കൗ, ഗോട്ട്, ഡീർ അതൊക്കെ എത്രയാണ്? 4 ലെഗ്സ് ഉള്ളവയാണ്. ഇത് ആൻഡിനൊക്കെ 6 കാലുണ്ട്. സ്പൈഡറിന് നമുക്കറിയാം 8 കാലാണുള്ളതെന്ന് അല്ലേ? അടുത്ത് എവറി ക്രീച്ചേഴ്സ് ഈസ് ഡിഫറെന്റ് ഇൻ ഷേപ്പ്, സൈസ്, കളർ, ഹോൺസ്, നെയിൽസ്, സ്പോട്സ്, സ്ട്രിപ്സ് എക്സെട്ര. ആകൃതിയിലും വലിപ്പത്തിലും നിറത്തിലും കൊമ്പ്, നഖം, പിന്നെ പുള്ളികൾ, വരകൾ തുടങ്ങിയ സവിശേഷതകളിലും ഓരോ ജീവിയും വ്യത്യസ്തത പുലർത്തുന്നു. അടുത്ത അങ്ങനെ ഏതൊക്കെയാണ്? ഹൗ ഡു ക്രീച്ചേഴ്സ് ഡിഫർ? നമുക്ക് എങ്ങനെയൊക്കെ തിരിക്കാം ക്രീച്ചേഴ്സിനെ? ഷേപ്പ് അനുസരിച്ച്, ഷേപ്പ് ആകൃതിയിലുള്ള വ്യത്യാസം കൊണ്ട്, സൈസ്, കളർ, സ്പോട്ട്, സ്ട്രിപ്സ്, ഹോൺസ്, ഹൂപ്സ്, നെയിൽസ്, ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമുക്ക് ജീവികളെ എങ്ങനെയൊക്കെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു മനസ്സിലാക്കാൻ കഴിയും. ആകൃതി, വലിപ്പം, നിറം, പുള്ളികൾ, വരകൾ, കൊമ്പ്, കുളമ്പ്, നഖം, ഇത് തന്നെ കുറച്ച് മുമ്പ് നമ്മൾ പറഞ്ഞ കാര്യം. ഓക്കെ, അടുത്തിനി പഠിക്കേണ്ടത് സീ ക്രീച്ചേഴ്സ്. നമ്മൾ കടൽ നോക്കിയാൽ, കടലിനകത്തോട്ട് നോക്കിയെന്ന് പറഞ്ഞാൽ കടൽ ജീവജാലങ്ങളും വെറൈറ്റി ജീവികളാണ് കടലിൽ നമുക്ക് കാണാൻ പറ്റുന്നത് അല്ലേ? നമുക്ക് പലതിൻ്റെയും പേരറിഞ്ഞൂടാ. ജീവികൾ എടുത്താലും അതിനകത്തുള്ള സസ്യങ്ങൾ എടുത്താലും ഭയങ്കര വൈവിധ്യം നിറഞ്ഞതാണ് കടലെന്ന് പറയുന്നത്. പലതരം മീനുകൾ കടലിലുണ്ട്. എല്ലാ മീനുകളും നമുക്കറിയാൻ പറ്റുമോ? ഇല്ല. മീനുകളുടെ മാത്രമല്ല മറ്റനേകം ജീവികളുടെയും വാസസ്ഥലമാണ് കടലെന്ന് പറയുന്നത്. കരയിലുള്ളതിനേക്കാൾ കൂടുതൽ ജീവികൾ കടലിലുണ്ട്. ഏതെല്ലാം കടൽ ജീവികളെ നമുക്കറിയാം. നമുക്ക് കുറച്ച് മാത്രം ജീവികളുടെ പേരുകളെ അറിയാവൂ. ഫിഷ് ഇനത്തിൽ തന്നെ പല വെറൈറ്റീസും ഉണ്ട്, അതൊന്നും നമുക്ക് അറിയത്തില്ല. ഇവിടെ കുറച്ച് കൊടുത്തിട്ടുണ്ട്. എന്തോന്നാണ് ഇതെന്തോന്നാണ്? സീ ഹോഴ്സ്. ഇത് നമുക്ക് കുറച്ചൊക്കെ അറിയാം. ഇതെന്തോന്നാണ്? സീ ഹെഡ് ഹോഗ്, കടൽ മുള്ളൻ പന്നി, അതും അറിയാം. സീ കുക്കുംബർ, ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതൊക്കെ അപൂർവമായിട്ടൊക്കെ കാണുന്ന സംഭവമാണ്. സീ കൗ, കണ്ടോ? കടൽ പശു, കടൽ വെള്ളരി, അങ്ങനെ കടലിൽ വ്യത്യസ്തമായിട്ടുള്ള പല ജീവജാലങ്ങളും ഉണ്ട്. സീ ക്രീച്ചേഴ്സ് നമുക്കറിയാവുന്നവയൊക്കെയാണ്. കടൽ ഞണ്ട്, സീ ക്രാബ്, ഷാർക്ക്, റെക്ടിക്കുലർ, സീ ടർട്ടിൽസ്, സാർഡൈൻ, മെക്കറൽ, ബ്ലൂ വെയിൽ, അങ്ങനെ പിന്നെ കുറെ മീനുകളുടെയൊക്കെ പേരുകൾ നമുക്ക് അറിയാന്നുള്ളതുണ്ട് അല്ലേ? കടൽ ഞണ്ട്, സ്രാവ്, തിരണ്ടി, കടലാമ, മത്തി, അയല, നീലത്തിമിംഗലം, ഇതൊക്കെ കടലിലുള്ള ജീവജാലങ്ങളാണ്. പിന്നെ കുറെ ഫിഷസിന്റെ പേരുകളും നമുക്കറിയാം. ഇനി ഇവയുടെയൊക്കെ എങ്ങനെയാണ്? ഇതൊക്കെ കടൽ വെള്ളരി, സീ കുക്കുംബർ കൊടുത്തിരിക്കുന്ന കണ്ട, അതൊരു കുക്കുംബറിന്റെ ഒരു ഷേപ്പ് അല്ലേ വരുന്നത്, അതുകൊണ്ടായിരിക്കും അങ്ങനെ വന്നത്. സീ കൗ, അതൊരു കൗവിന്റെ, കടൽ പശു, കൗവിന്റെ ഒരു ഷേപ്പ് ഉള്ളത് കൊണ്ടാണ് ആ ഒരു പേര് വന്നത്. സീ ഹോഴ്സ്, അത്
കുതിരയുടെ ഒരു ഷേപ്പ് ഉള്ളത് കൊണ്ടാണ് അങ്ങനെ വന്നത്. നോക്കാം, കടൽ കുതിര സീ ഹോഴ്സ് എന്ന് പറഞ്ഞാൽ ദ സീ ഹോഴ്സ് ഈസ് എ ടൈപ്പ് ഓഫ് മറൈൻ ഫിഷ്. ഹോഴ്സ് ലൈക്ക് ഹെഡ്സ്, ഹോഴ്സിന്റെ ഹെഡ്, പിന്നെ എഗ്സ് ലൈഡ് ബൈ ഫീമെയിൽ സീ ഹോഴ്സ് ആർ ഡെപ്പോസിറ്റഡ് ഇൻ pouches on the body of the male seahorse and when the eggs hatch the young emerge. എന്താണ് കടൽ കുതിര എന്ന് പറഞ്ഞാൽ ഒരു ഇനം കടൽ മത്സ്യമാണ് കടൽ കുതിര എന്ന് പറയുന്നത്. കുതിരയുടേതുപോലുള്ള തലകൾ, പെൺ കടൽ കുതിരകൾ ഇടുന്ന മുട്ടകൾ ആൺ കടൽ കുതിരയുടെ ശരീരത്തിലുള്ള സഞ്ചിയിൽ നിക്ഷേപിക്കുകയും മുട്ടകൾ വിരിയുമ്പോൾ കുഞ്ഞുങ്ങൾ പുറത്തു വരികയുമാണ് ചെയ്യുന്നത്. കടൽ കുതിരയുടെ പ്രത്യേകത അതാണ്. ആ ഒരു കുതിരയുടെ ഒരു ഷേപ്പ് ഉള്ളത് കൊണ്ടാണ് ആ ഒരു പേര് അതിന് വന്നത്. അടുത്തെന്തോന്നാണ്, സീ ഹെഡ്ജ് ഹോഗ്, കടൽ മുള്ളംപന്നി. എന്താണ്? It is a spherical fish with spines all over its body. This creature has the ability to inflate its body like a balloon. അപ്പം എന്താണ്, ശരീരമാസകലം മുള്ളുകളുള്ള പന്താകൃതിയിലുള്ള ഒരു മത്സ്യമാണിത്. ശരീരം ബലൂൺ പോലെ വീർപ്പിക്കാനുള്ള കഴിവ് ഈ ജീവികൾക്ക് ഉണ്ട്, കടൽ മുള്ളംപന്നിക്ക് ഉണ്ട്. ഓക്കെ, അടുത്തിനി എന്തോന്നാണ്, കടൽ വെള്ളരി sea cucumber. Found in the areas of near the sea floor, a creatures shaped like a cucumber. ഇതെവിടെയാണ് കാണുന്നത്? കടലിന്റെ അടിത്തട്ടിനോട് ചേർന്നുള്ള പ്രദേശങ്ങളിലാണ് കാണപ്പെടുന്നത്. വെള്ളരിയുടെ ആകൃതിയിലുള്ള ഒരു ജീവിയാണ് ഇത്. ഓക്കെ, അടുത്ത് നോക്കൂ, ബ്ലൂ വെയിൽ, ദ ലാർജസ്റ്റ് ക്രിയേഷൻ ഓൺ ദ എർത്ത് ലീവ്സ് ഇൻ ദ സീ. ഭൂമിയിലെ ഏറ്റവും വലിയ ജീവി ഏതാണ്? നീലത്തിമിംഗലം. അതെവിടെയാണ് കാണുന്നത്? കടലിനടിയിലാണ് ജീവിക്കുന്നത്. They are not from the family of fish. Blue whales give birth to their springs. അപ്പോൾ ഇത് മീൻ വർഗത്തിൽപ്പെട്ട ജീവിയല്ല. ഏത്? ബ്ലൂ വെയിൽ എന്ന് പറയുന്നത്. അത് കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്ന ജീവിയാണ് നീലത്തിമിംഗലം എന്ന് പറയുന്നത്. അതൊരു സസ്തനിയാണ്, അമൽസ് ആണ്. ഏത്? ബ്ലൂ വെയിൽ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത മെനി വേസ് ഓഫ് മൂവ്മെന്റ്, പലവിധം അങ്ങനെ സഞ്ചാരം. ഓരോ ജീവികളുടെയും സഞ്ചാര രീതി വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഇവിടെ കുറെ ഇത് ഓരോന്നിൻ്റെയും പേപ്പറിൽ ഓരോ രൂപങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത്, അത് രൂപങ്ങൾ അവയുടെ സഞ്ചാരം എങ്ങനെയാണെന്നുള്ളത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നോക്കാം, ജീവികൾ പല രീതിക്കാണ് സഞ്ചരിക്കുന്നത് അല്ലേ. നമുക്ക് വാക്കിംഗ്, നടക്കുന്നവയുണ്ട്, ക്രോളിംഗ്, എഴയുന്നവയുണ്ട്, ഫ്ലൈയിങ്, പറക്കുന്നവയുണ്ട്, സ്വിമ്മിങ്, നീന്തുന്നവയുണ്ട്, ജമ്പിങ്, ചാടുന്നവയുണ്ട്. അങ്ങനെ പല രീതിക്കാണ് ജീവികളുടെ സഞ്ചാരം എന്ന് പറയുന്നത്. നമുക്ക് വാക്കിങ്ങിൽ ഏതൊക്കെ പറയാം? വാക്കിങ്ങിൽ ഒരുപാട് ആനിമൽസിനെ നമുക്ക് പറയാം. എലിഫന്റ്, ഡോഗ്, ജിറാഫ്, ക്യാറ്റ്, ഡീർ, അങ്ങനെ ഒരുപാട് ജീവജാലങ്ങൾ ഉണ്ട്. ക്രോളിങ്ങിൽ വരുമ്പോഴത്തേക്കോ എഴയുന്നത് ഏതൊക്കെയുണ്ട്? സ്നേക്ക്, സ്നെയിൽ, എർത്തുവോം, ഇതൊക്കെ ക്രോളിംഗ് ആണ്. പിന്നെ എന്തോന്നാണ്? ഫ്ലൈയിങ്, പറക്കുന്നത് ഏതുണ്ട്? ക്രോ, ക്രെയിൻ, പാരറ്റ്, ഡോവ്, അങ്ങനെ പല ജീവികൾ പറക്കുന്ന ഒരുപാടെണ്ണം ഉണ്ട് അല്ലേ. സ്വിമ്മിങ്ങിൽ ഏതൊക്കെ പറയാം? ഫിഷ്, ബ്ലൂ വെയിൽ, ഡോൾഫിൻ ഒക്കെ സ്വിമ്മിങ്ങിൽ വരുന്നതാണ്. ജമ്പിങ്, ചാടുന്നതിൽ ഏതാണ്? ഫ്രോഗ്, ഗ്രാസ് ഹോപ്പർ, കങ്കാരു ഒക്കെ ചാടുന്നതിൽ വരുന്നതാണ്. മറ്റേതെങ്കിലും രീതിയിൽ സഞ്ചരിക്കുന്ന ജീവികളുണ്ടോ? തവള, പുൽച്ചാടി എന്നിവ ജീവികളുടെ സഞ്ചാരം നിരീക്ഷിക്കാനാണ്. നമുക്കറിയാം തവളയും പുൽച്ചാടിയും ഒക്കെ എങ്ങനെയാണ് പോകുന്നത്? ചാടിച്ചാടിയാണ് പോകുന്നത് അല്ലെ. ഗ്രാസ് ഹോപ്പറും ഫ്രോഗും ഒക്കെ എങ്ങനെയാണ് പോകുന്നത്? ചാടിയാണ്, ജമ്പ് ചെയ്താണ് പോകുന്നത് അല്ലെ. എന്താണ് അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്? തവള ഇപ്പൊ ഫ്രോഗിനെ എടുത്താൽ ദ ബാക്ക് ലെഗ്സ് ആർ ലോങ്ങർ ദാൻ ദ ഫ്രണ്ട് ലെഗ്സ്. ഫ്രണ്ട് ലെഗിനേക്കാളും നീളം കൂടുതലാണ് ബാക്ക് ലെഗ് എന്ന് പറയുന്നത്. ദ ബാക്ക് ലെഗ് ആർ മെയിൻലി യൂസ്ഡ് ഫോർ ജമ്പിങ്. ബാക്ക് ലെഗ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ജമ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. പിൻകാലുകൾക്ക് മുൻകാലുകളെ അപേക്ഷിച്ച് നീളം കൂടുതലാണ്. ചാടിച്ചാടിയുള്ള സഞ്ചാരത്തിന് പ്രധാനമായി ഉപയോഗിക്കുന്നത് പിൻകാലുകളാണ്. അടുത്ത് ഗ്രാസ് ഹോപ്പർ എടുത്താലോ? അതിൻ്റെയൊക്കെ ഈ പ്രത്യേകതകളൊക്കെ പഠിക്കണം കേട്ടോ. ഗ്രാസ് ഹോപ്പർ എടുത്താലോ? The grasshopper can jump up to 2 meters from one place using the powerful back legs. The front legs are used only for gathering food. They are also called vittil, പച്ചത്തുള്ളൻ,
പച്ചക്കുതിര എന്നൊക്കെ അറിയപ്പെടും. എന്തോന്നാണ് പുൽച്ചാടി? ശക്തിയേറിയ പിൻകാലുകൾ ഉപയോഗിച്ച് ഒരിടത്ത് നിന്ന് 2 മീറ്റർ വരെ ദൂരത്തേക്ക് ചാടി സഞ്ചരിക്കാൻ പുൽച്ചാടിക്ക് കഴിയും. മുൻകാലുകൾ ഭക്ഷണം ശേഖരിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നത്. പച്ചത്തുള്ളൻ എന്നും പച്ചക്കുതിര എന്നും ഒക്കെ പേരുകളിൽ ഇത് അറിയപ്പെടും. ഓക്കെ, അടുത്ത് നോക്കാം. ഓരോ ക്രീച്ചേഴ്സും അവയുടെ ബോഡി ഫീച്ചേഴ്സും മൂവ്മെന്റും അങ്ങനെയാണ്. അപ്പൊ ഹോഴ്സ് ഇതിൽ തന്നിട്ടുണ്ട്. ഹോഴ്സ് എങ്ങനെയാണ്? 4 legs that bend backward, പിന്നിലേക്ക് മടക്കാവുന്ന 4 കാലുകളാണുള്ളത്. അതെന്തോന്ന്? വാക്ക് നടക്കുകയും ചെയ്യും, ഓടുകയും ചെയ്യും. റൺ, വാക്ക് ആൻഡ് റൺ. ആര്? ഹോഴ്സ് അല്ലേ. അടുത്ത സ്നേക്ക് എടുക്കുകയാണെങ്കിലോ, നോ ലെഗ്സ്, ദ എൻറ്റയർ ബോഡി പാർട്ട് ഈസ് യൂസ്ഡ് ഫോർ മൂവ്മെന്റ്. കാലൊന്നുമില്ല, അതിന്റെ ശരീരം മൊത്തം മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. അതെങ്ങനെയാണ് പോകുന്നത്? ക്രോൾ, എഴയുകയാണ് ചെയ്യുന്നത്. സ്നേക്ക് എഴയല്ലേ ചെയ്യുന്നത്. ഇതൊക്കെ പഠിക്കണേ, ഇമ്പോർട്ടന്റ് ആണ്. അടുത്തിന് ഡോവ് എടുത്താൽ, there are legs, there are wings. അവയ്ക്ക് ലെഗ്സും ഉണ്ട്, വിങ്സും ഉണ്ട്. നടക്കുകയും ചെയ്യും, പറക്കുകയും ചെയ്യും. കാലുകളുമുണ്ട്, ചിറകുകളുമുണ്ട്. നടക്കുകയും ചെയ്യുന്നു, പറക്കുകയും ചെയ്യുന്നു. അടുത്തിന് ഫിഷ് എടുത്താൽ, ബോത്ത് എൻഡ്സ് പോയിന്റഡ് ബോഡി. തന്നെയല്ല, ഫ്രണ്ട് ബാക്കും വന്നിട്ട് ഒരു പോയിന്റഡ് ബോഡിയാണ്. വിങ്സ് ഓൺ സൈഡ്സ് ആൻഡ് ടെയിൽ. രണ്ടറ്റവും കൂർത്ത ശരീരമാണ്. വശങ്ങളിലും വാലിലും ചിറകുകളുണ്ട്. പിന്നെ എന്താണ് ചെയ്യുന്നത്? നീന്തുകയാണ് ചെയ്യുന്നത്, സ്വിം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഒബ്സർവ് ദ മൂവ്മെന്റ് ഓഫ് എ ഡക്ക്. ഡക്കിന്റെ മൂവ്മെന്റ് ഒബ്സർവ് ചെയ്യാണ്. നോക്ക്, താറാവിന്റെ സഞ്ചാര രീതി. താറാവ് കൊടുത്തിരിക്കുന്ന കണ്ട, അത് നീന്തുന്നത്, നടക്കുന്നത് ഒക്കെ ഒന്ന് ഒബ്സർവ് ചെയ്യാനാണ്. അതിന്റെ പ്രത്യേകത എന്തോന്നാണ്? there are wings, അവയ്ക്ക് ചിറകുണ്ട്, പിന്നെ കാലുകളും ഉണ്ട്. അതിന്റെ കാലെന്ന് പറയുന്ന വെബ്ഡ് ഫീറ്റ് ആണ് അല്ലെ, ഇങ്ങനെ ചേർന്നിരിക്കുന്ന ഫീറ്റാണ്. അവ നടക്കും, വാക്ക്, സിമ്മ്, ഫ്ലൈ. പറക്കുകയും ചെയ്യും, നടക്കുകയും ചെയ്യും, നീന്തുകയും ചെയ്യും. ഓക്കെ, ഇതണക്ക് ഒന്നിലധികം രീതിയിൽ സഞ്ചരിക്കുന്ന മറ്റു ജീവികൾ ഏതൊക്കെയാണ്? ആമ, മുതല, നീർക്കാക്ക, നീർക്കോലി, ഞണ്ട്. ഇതൊക്കെ നടക്കുകയും ചെയ്യും, നീന്തുകയും ചെയ്യും അല്ലെ. ഓർഗാനിസം ദാറ്റ് മൂവ് ദ മൾട്ടിപ്പിൾ വേസ് ഏതൊക്കെ? ടോർട്ടോയിസ്, ക്രൊക്കോഡ്, ക്രാബ്, വാട്ടർ സ്നേക്ക്, കോർമോറൻ. ഓക്കെ, അടുത്ത് നോക്കൂ. ഈച്ച് ക്രീച്ചേഴ്സ് ഹാവ് എ മൂവ്മെന്റ് ബേസ്ഡ് ഓൺ ദ ഫീച്ചേഴ്സ് ഓഫ് ഇറ്റ് ബോഡി ആൻഡ് ദ എൻവയോൺമെന്റ് ദാറ്റ് ഇറ്റ് ലീവ്സ്. ഓരോ ജീവിക്കും അതിന്റെ ശരീരത്തിന്റെയും വസിക്കുന്ന ചുറ്റുപാടിന്റെയും പ്രത്യേകത അനുസരിച്ച് സഞ്ചാര രീതിയാണ് ഉള്ളത്. അവയുടെ ചുറ്റുപാടനുസരിച്ചും അവയുടെ ശരീരഘടന അനുസരിച്ചുള്ള ഒരു സഞ്ചാര രീതിയാണ് ഓരോ ജീവികൾക്കും ഉള്ളത്. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ പഠിച്ചായിരുന്നു. പലതരത്തിലുള്ള ജീവികൾ, അവയുടെ സഞ്ചാര രീതി, പിന്നെ എന്താണ് പലതരത്തിലുള്ള ജീവികളെ കുറിച്ച് നമ്മൾ പഠിച്ചായിരുന്നു. പിന്നെ എന്തോന്നാണ്, എന്തിനു വേണ്ടിയാണ് നാം ജീവികളെ വളർത്തുന്നത് എന്ന് പഠിച്ചായിരുന്നു. ഇതൊക്കെ ഒന്ന് നോക്കണേ. അത് കഴിഞ്ഞിട്ട് ഓരോ ജീവികളും അതിന്റെ ബെനിഫിറ്റ്സും പ്രയോജനങ്ങളും എന്തൊക്കെയാണെന്ന് കുറെയൊക്കെ പറഞ്ഞായിരുന്നു. പിന്നെ എന്താണ്, എന്തിനു വേണ്ടിയിട്ടാണ്? വിവിധ ആവശ്യങ്ങൾക്കായി നാം ജീവികളെ വളർത്തുന്നു. ചില ജീവികളുടെ പാൽ, മുട്ട, മാംസം തുടങ്ങിയവ ആഹാരത്തിന് ഉപയോഗിക്കുന്നു. കൗതുകത്തിന് വേണ്ടിയും ജീവികളെ നമ്മൾ വളർത്തുന്നുണ്ട്. പിന്നെ മെനി ക്രീച്ചേഴ്സ്, കുഞ്ഞു ജീവികളും വലിയ ജീവികളെ കുറിച്ചും പറഞ്ഞായിരുന്നു. അതൊക്കെ ഒന്ന് നോക്കി വെക്കണേ. പിന്നെ ജീവികളെ നമുക്ക് എങ്ങനെയൊക്കെ തിരിച്ചറിയാന്നുള്ളത്: കൊമ്പുള്ളവ, ചിറകുള്ളവ, കുളമ്പുള്ളവ, പല്ലുള്ളവ, 4 കാലിൽ കൂടുതൽ ഉള്ളവ ഒക്കെ, അങ്ങനെയൊക്കെ നമുക്ക് ജീവികളെ ഐഡന്റിഫൈ ചെയ്യാൻ കഴിയും. ആകൃതിയിലും വലിപ്പത്തിലും നിറത്തിലും കൊമ്പ്, നഖം, പുള്ളികൾ, വരകൾ തുടങ്ങിയ സവിശേഷതകളിലും ഓരോ ജീവിയും വ്യത്യാസം പുലർത്തുന്നു. അടുത്ത് കടൽ ജീവികളെ കുറിച്ച് നമുക്കറിയാവുന്ന കടൽ ജീവികളുടെ പേരുകൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവയ്ക്ക് ഈ പേര്, ചില ജീവികൾ സീ ഹോഴ്സ്, സീ കുക്കുംബർ, സീ കൗ, അങ്ങനെയൊക്കെയുള്ള ജീവികൾക്ക് ആ പേര് കിട്ടാനുള്ള കാരണം എന്തൊക്കെയാണെന്നുള്ളത് അത് പഠിക്കണം. പിന്നെ ഓരോ ജീവികളുടെയും സഞ്ചാര രീതി എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു, ഏതൊക്കെ ജീവികളാണെന്നുള്ളതും ആ ഒരു ഇതും കൂടെ പഠിക്കുക. ഓക്കെ, പിന്നെ അത്രയും കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ ഇവിടെ ഓരോ ക്രീച്ചേഴ്സിന്റെയും ബോഡി ഫീച്ചേഴ്സും മൂവ്മെന്റും അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ പ്രയോജനപ്രദമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.